എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായ ഈശോയെ, എൻ്റെ സർവസ്വവുമായ എൻ്റെ കർത്താവിനെ ഞാൻ ഈ നിമിഷം പാടിപ്പുകഴ്ത്തും, അവിടുത്തെ ഞാൻ ആരാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി ഈ നിമിഷം നമുക്കായിരിക്കാം. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. എൻ്റെ ജീവിതത്തെ അറിയുന്ന, എന്നേക്കാൾ നന്നായിട്ട് എന്നെ അറിയുന്ന, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം നൽകിയ, എൻ്റെ നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എന്നെ കണ്ട, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ എന്നെ അറിയുന്ന എൻ്റെ കർത്താവ്, ആ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും വീണ്ടും വീണ്ടും അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടുവാൻ, കൂടുതൽ തീക്ഷ്ണതയോടെ അവിടുത്തെ സ്നേഹിക്കുവാൻ അവിടുന്ന് നമ്മളെ വിളിക്കുന്ന സമയമാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരിക്കുന്ന ഈ നിമിഷം ഒരുപക്ഷെ നിങ്ങൾ യാത്രക്കിടയിലോ ജോലിക്കിടയിലോ ആയിരുന്നു കൊണ്ടുപോലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരായിരിക്കും. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ഈ നിമിഷം നമുക്ക് വിട്ടുകൊടുക്കാം. മറ്റെല്ലാ പല വിചാരങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ അകറ്റി നിർത്തി ഏതാനും ഈ നിമിഷങ്ങളിൽ ഈശോയോട് കൂടെ മാത്രം ഞാനായിരിക്കും എന്നൊരു ഉറച്ച തീരുമാനത്തോടെ നമുക്കായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള എല്ലാ അധികാരവും ഈശോയ്ക്ക് വിട്ടുകൊടുക്കും. കുടുംബത്തിൻ്റെ മേൽ, ജോലിയുടെ മേൽ, ബന്ധങ്ങളുടെ മേൽ, സങ്കടങ്ങളുടെ മേൽ, രോഗങ്ങളുടെ മേൽ, പ്രതിസന്ധികളുടെ മേൽ, തീരുമാനമെടുക്കാൻ പറ്റാത്ത ജീവിത മേഖലകളുടെ മേൽ, ക്ഷമിക്കാൻ പറ്റാത്ത ഇടങ്ങളുടെ മേലുള്ള എല്ലാ അധികാരവും ഈശോയ്ക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇപ്പോൾ നോമ്പുകാലത്തിലാണ്. കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിനെ അന്വേഷിച്ചറിയാൻ, കൂടുതൽ ആഴത്തിൽ ദൈവവുമായിട്ട് രമ്യതപ്പെടുവാനുള്ള നമ്മുടെ പരിശ്രമങ്ങളുടെ ഒരു സമയമാണ് ഈ നോമ്പുകാലം. കർത്താവിൻ്റെ കരുണയുടെ ആരാധനയുടെ സമയത്തിൽ നമ്മളിപ്പോഴായിരിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നതാണ്. ഈ നോമ്പുകാലത്തിൻ്റെ അവസാനം അവിടുത്തെ പെസഹ രഹസ്യങ്ങളെ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് മരണപ്പെട്ടു. അവിടുന്ന് എന്നെ മോചിപ്പിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചടക്കി ഉദ്ധാനം ചെയ്തു. ഇതിലാണ് എൻ്റെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും എല്ലാം അന്തസത്ത അടങ്ങിയിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ചങ്കോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതുമായൊരു കാര്യം അതുതന്നെയാണ്. ഈ മണിക്കൂറിലാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ബലിയായത്. ഈ മണിക്കൂറിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ എൻ്റെ കർത്താവിനെ ഓർക്കും. യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. യാക്കോബ് 4:8 നമ്മൾ വായിക്കുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ബൈബിളിൻ്റെ തുടക്കം മുതലേ ഇസ്രായേൽ ജനത്തോട് ആവർത്തിച്ച് ദൈവം പറയുന്നൊരു കാര്യം ഇതാണ്: എന്നോട് ചേർന്ന് നിൽക്കാം, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വാ, എന്നോട് കൂടെയായിരിക്കും. പ്രിയമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളെടുക്കുന്ന ഉപവാസങ്ങൾ, പരിത്യാഗങ്ങളൊക്കെ. എന്താണ് ഉപവാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഉപവസിക്കുക, കർത്താവിനോട് കൂടെ ഞാൻ വസിക്കാൻ, കർത്താവിൻ്റെ കൂടെ ഞാൻ ആയിരിക്കാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുമാണ് എൻ്റെ ഉപവാസങ്ങൾ. എൻ്റെ ഉപവാസം എന്നെ കർത്താവിനോട് അടുപ്പിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ഉപവാസങ്ങൾ, ഞാൻ എടുക്കുന്ന പരിത്യാഗങ്ങൾ എന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ ആ ഉപവാസത്തിന് യാതൊരു അർത്ഥവുമില്ല. ഒരുപക്ഷെ എൻ്റെ ആത്മനിർവൃത്തിക്ക് വേണ്ടിയോ, എനിക്കൊരു മനസ്സുഖം കിട്ടുന്നതിന് വേണ്ടിയോ, എന്തൊക്കെയോ നല്ലൊരു കാര്യം ഞാൻ ചെയ്തു, ഞാൻ ഉപവാസമെടുത്തു, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുറേയൊക്കെ നന്മകൾ സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തോ നല്ല കാര്യം ചെയ്തു എന്നുള്ള ചിന്തയിലൊക്കെ നിന്നുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ, അത് യാതൊരു ഫലവുമില്ലാതെ പോവുകയാണ്. യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്നെ ദൈവത്തോട് അടുപ്പിക്കും.
ഞാൻ ഉപവസിക്കുമ്പോൾ എൻ്റെ ഉപവാസം ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ എന്നെ ശക്തിപ്പെടുത്തും. യാക്കോബ് ശ്ലീഹ നമ്മോട് പറയണത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തെ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നത്. ഈ നോമ്പുകാലത്ത് സഭ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം എല്ലാ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിനെ മാറ്റിവെക്കാനാണ്. അമിതമായ ആഘോഷങ്ങൾ വേണ്ട, ആർഭാടങ്ങൾ വേണ്ട, എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതോ എന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തതോ എൻ്റെ ഫോക്കസ് കർത്താവിൽ നിന്ന് എടുത്തു കളയുന്നതുമായ എല്ലാ പല വിചാരങ്ങളെയും മാറ്റിവെക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നീ നോ പറയാൻ ഏറ്റവും പാടുപെടുന്നതുമായ എല്ലാത്തിനെയും ഒന്ന് മാറ്റിവെച്ചിട്ട് ഈശോയുടെ തിരുസന്നിധിയിൽ ഇരിക്കാൻ നിനക്ക് പറ്റട്ടെ. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നിൻ്റെ ഹൃദയത്തിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് എല്ലാം നീ മാറ്റിവെച്ചിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് പറ്റട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം, അത്യുന്നതനായ ദൈവം പരിശുദ്ധനാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങൾ എവിടെയാണ്, എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഞാൻ മാറേണ്ടത്, എൻ്റെ ജീവിതം എങ്ങനെയാണ്. ഉദാഹരണത്തിന് ഒരു വെള്ള കളറുള്ള ഒരു കടലാസോ അല്ലെങ്കിൽ ഒരു തുണിയോ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ തുണിയുടെ നിറം എന്താ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ഇത് വെള്ളയാണ്. എന്നാൽ അതിനേക്കാൾ തൂവെണ്ണയുള്ള മറ്റൊരു കടലാസോ അല്ലെങ്കിൽ ഒരു തുണിയോ അതിൻ്റെ അടുത്ത് പിടിക്കുമ്പോൾ നമ്മൾ പറയും അത് ശരിക്കും വെള്ളയാണ്, എന്നാൽ ഇതിൻ്റെ വെളുപ്പ് അത്ര പോരാ. ഒരു കറുത്ത തുണിക്കഷ്ണമായിക്കോട്ടെ നമ്മളെടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കറുപ്പ്. എന്നാൽ അതിനേക്കാൾ കറുപ്പുള്ള മറ്റൊരു വസ്തുവോ അല്ലെങ്കിൽ തുണിയോ ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് പറയും ഇതിനാണ് യഥാർത്ഥത്തിലുള്ള കറുപ്പ്, ഇച്ചിരൂടെ ബെറ്ററായിട്ടുള്ള ഇതാണെന്ന് നമ്മൾ പറയും. അപ്പം അതുപോലെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ അവലോകനം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വലിയ പ്രശ്നമുള്ള ആളൊന്നുമല്ല, എൻ്റെ ജീവിതം അത്യാവശ്യം നന്നായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്, എന്നിൽ നന്മയുണ്ട്, എന്നിൽ വിശുദ്ധിയുണ്ട്, എന്നിൽ സ്നേഹമുണ്ട് എന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കാം. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ, അവിടുത്തെ മഹിമയുടെ മുൻപിൽ, അവിടുത്തെ പരിശുദ്ധിയുടെ മുൻപിൽ നിന്നുകൊണ്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന നിമിഷം നമുക്ക് മനസ്സിലാകും അവിടുത്തെ പരിശുദ്ധിയോട് തുലനം ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ എൻ്റെ വിശുദ്ധി എന്ന് വിളിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം എന്നേക്കാൾ എത്രയേറെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം എനിക്ക് വെളിപ്പെടും. എത്ര നിറം മങ്ങിയതാണ് എൻ്റെ ജീവിതമെന്ന് എനിക്ക് മനസ്സിലാകും. ഇനിയും എത്രയേറെ ഞാൻ പ്രകാശിക്കാനുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് ജീവിതത്തിലേക്ക് പ്രചോദനത്തിനായിട്ടും ജീവിതത്തിലേക്ക് വഴികാട്ടുകളായിട്ടും തന്നിട്ടുള്ള ഒത്തിരിയേറെ വിശുദ്ധരുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും മറ്റനേകം വിശുദ്ധർ നമുക്കുണ്ട്. ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരൊക്കെ ഒത്തിരിയേറെ നടന്നു നീങ്ങിയ ഒരു ജീവിത വിശുദ്ധിയുണ്ട്, കയറി ചെന്നൊരു ജീവിത വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധിയുടെ മുൻപിലും ഞാൻ ഒന്നും ആയിട്ടില്ല, എനിക്ക് ഇനിയും എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുണ്ട്, വിശദീകരിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങളെ ദൂരെ അറിയാനുണ്ട്, ഒത്തിരി കാര്യങ്ങളെ ചേർത്ത് പിടിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പ് കാലം പ്രിയമുള്ളവരെ, കർത്താവിനോട് നമ്മളെ തന്നെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നമുക്ക് പറ്റും. ഞാൻ ദൈവത്തെ അറിയുന്നതും ദൈവത്തോട് ആഴപ്പെടുന്നതും ഈ ഒരു രീതിയിലാണ്. ഞാനൊരു വ്യക്തിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, ഏറ്റവും ആഴമേറിയ പരിചയത്തിലെത്തുമ്പോഴാണ് ആ ഒരു വ്യക്തിയെ ഏറ്റവും ആഴമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നത്. ചെറുപ്പകാലത്തൊക്കെ നമുക്കറിയാം മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും അകവും പുറവും എന്നതുപോലെ അറിയാം. കാരണം എന്താണ്, 24 മണിക്കൂർ എന്നതുപോലെ തന്നെ ആ കുഞ്ഞു മക്കളുടെ കൂടെ മാതാപിതാക്കളായിരിക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ നോട്ടം ഒന്ന് തെറ്റുമ്പോൾ, കണ്ണൊന്ന് നിറയുമ്പോൾ, ആ കുഞ്ഞൊരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ, ആ കുഞ്ഞിൻ്റെ മുഖത്തെ ഭാവം ഒന്ന് മാറുമ്പോൾ തന്നെ പറയാതെ തന്നെ അമ്മയ്ക്കും അപ്പനും അറിയാം ആ കുഞ്ഞിന് എന്താണ് വേണ്ടത്, ആ കുഞ്ഞ് എന്താണ് ആഗ്രഹിക്കുന്നത്. അത്രമാത്രം ആ കുഞ്ഞിനെ അപ്പനും അമ്മയ്ക്കും അറിയാം. എന്നാൽ കുറച്ചുകൂടി ആ മക്കൾ വലുതായി കഴിയുമ്പോഴോ കുറച്ചുകൂടി മാതാപിതാക്കളിൽ നിന്ന് മാറി ഇൻഡിപെൻഡൻ്റ് ആകുന്നു, സ്വതന്ത്രരാകുന്നു, മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കുന്നു, മാറി താമസിക്കുന്നു. കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരിചയവും ഈ ഒരു അറിവും കുറഞ്ഞ് തങ്ങളുടെ മക്കൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്തോ എന്താണ് പറയുന്നതെന്നോ ചിലപ്പോൾ അറിയാത്തൊരവസ്ഥയിലേക്ക് പോലും മാതാപിതാക്കൾ മാറിയേക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തെ ഞാൻ ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം.
ഞാൻ എൻ്റെ ജീവിതകാര്യങ്ങളുമായിട്ട് തിരക്കിട്ട് ഓടി നടന്ന് ഈശോയുടെ അടുത്തിരിക്കാനോ ഈശോയോട് സംസാരിക്കാനോ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കാനോ വചനം വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ എനിക്ക് സാധിക്കാതെ ദൈവത്തെ എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ദൈവത്തെ ഹൃദയത്തിൽ അനുഭവിക്കണമോ, കർത്താവ് നല്ലവനാണെന്ന് നിനക്ക് രുചിക്കണമോ, ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുക. വീണ്ടും യാക്കോബ് ശ്ലീഹ അതേ വചനത്തിൽ അതിന് തുടർന്ന് പറയുകയാണ്, പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, സ്നിഗ്ധമനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആ സമയം നമുക്ക് മനസ്സിലാക്കും, എന്നിൽ ഒത്തിരിയേറെ പാപമുണ്ട്, എന്നിൽ ഒത്തിരിയേറെ കഴുകിക്കളയേണ്ടതായ കളങ്കങ്ങളുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ കരങ്ങൾ ഞാൻ ശുദ്ധിയാക്കണം. കാരണം പാപത്തോടുകൂടി ആരും ദൈവസന്നിധിയിൽ വസിക്കുന്നില്ല. കാരണം ദൈവം പരിശുദ്ധനാണ്, അവിടുന്ന് പാപമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു നോമ്പ് കാലം നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മളെ വിളിക്കുക. ഈ ഒരു കരുണയുടെ മണിക്കൂറിലും നമുക്ക് ലഭിക്കുന്ന ഒരു വിളിയും ആഹ്വാനം അതുതന്നെയാണ്. ദൈവത്തോട് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ചേർന്ന് നിൽക്കുക. യെശയ്യാ 55:6 എന്താണ് നമ്മോട് പറയുന്നത്? ദൈവത്തെ അറിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. നീ ദൈവത്തോട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേർന്ന് നിൽക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് ഓക്കെ ആയിട്ട് ചേർന്ന് നിൽക്കാം, കുറച്ചുകൂടി ഞാൻ മാറ്റി വയ്ക്കുമ്പോൾ എൻ്റെ പാപവും എൻ്റെ രോഗവും എന്നിലെ എല്ലാ തരത്തിലുള്ള അശുദ്ധതയും എന്നിൽ കൂടി വരുമ്പോഴത്തേക്കും ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടു പോകും, എൻ്റെ ഹൃദയം മന്ദീഭവിച്ചു പോകും, എൻ്റെ ഉള്ളം കഠിനമായി പോകും. അതുകൊണ്ട് ഈ ഒരു നോമ്പുകാലം പ്രിയമുള്ളവരെ, നമ്മൾക്ക് അലസരാകാതെ മാറ്റി വയ്ക്കാതെ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കും ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാം, ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയായിരുന്ന് എൻ്റെ കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുകയും ആ സ്നേഹം അനുഭവിക്കാൻ ഞാൻ എന്നെ തന്നെ തുറന്നു കൊടുക്കുകയും ചെയ്യും. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒരു നിമിഷം പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേലുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ലോകമാസകലമുള്ള എല്ലാ പാപികളെ ഞങ്ങൾ അങ്ങയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കുന്നു, അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെ മാനസാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള കർത്താവേ, പരിശുദ്ധ തിരുസഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും സഹോദര്യത്തിലും കാത്തുകൊള്ളണമേ. എല്ലാ തരത്തിലുമുള്ള അസ്വസ്ഥതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സഭയെ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സഹോദര്യവും കൃപകളും നിറയാനായിട്ട് അങ്ങ് ഇടയാക്കണമേ. കരുണ്യവാനായ ദൈവമേ, രോഗികളായിട്ട് കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗസൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവർ, ഈ നാളുകളിൽ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് 10+2 പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവർ, ജീവിത വിജയ പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവരുടെ എല്ലാം കർത്താവെ പരിശ്രമങ്ങളെ അങ്ങ് വിജയിപ്പിക്കണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് വെച്ച് ശിരസ്സ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം.